ആദ്യം നമുക്ക് വയനാട്ടിലേക്ക് പോകാം. ലിൻഡോ തോമസ് ചേരുകയാണ്. ലിൻഡോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി 3ഇടത്തും നമുക്ക് കാണാനാകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. എന്തായാലും പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ ഏത് തരത്തിലാണ് മുന്നണികൾ ഇതിനെ കാണുന്നത്? സുജീഷ്, വയനാട് ജില്ലയിൽ ഈ 3 മണ്ഡലങ്ങളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇതിനനുസരിച്ച് പോളിംഗ് ശതമാനം ഉയർന്നതായും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിലവിൽ 8 മണി വരെയുള്ള അപ്ഡേറ്റ് പ്രകാരം 78.81% വയനാട് ജില്ലയിലെ നിലവിലുള്ള പോളിംഗ് ശതമാനം. ഇത് 2021 വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 4%-ലധികം വർധന പോളിംഗ് ശതമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ കൽപ്പറ്റ മണ്ഡലത്തിലാണ്. 80%-ലധികം പോളിംഗ് ആണ് കൽപ്പറ്റ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നാലെ മാനന്തവാടി മണ്ഡലത്തിലും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലും 78-77% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ് വയനാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ മത്സരങ്ങളാണ്, കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉള്ള കൽപ്പറ്റ മണ്ഡലമാണ്. കൽപ്പറ്റ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു മണ്ഡലമാണ്. സംസ്ഥാന തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ടൗൺഷിപ്പ്, ഈ പറയുന്ന വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഈ കൽപ്പറ്റ മണ്ഡലവുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള വിവാദങ്ങളാണ്. ഒപ്പം തുരങ്കപാത അടക്കമുള്ള ഈ കാര്യങ്ങൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ LDF-നും UDF-നും വലിയ രീതിയിൽ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ 80%-ലധികം പോളിംഗ് വരുന്നു എന്നത് 2 മുന്നണികളും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ LDF മുന്നോട്ട് വെച്ചത് കൽപ്പറ്റ ടൗൺഷിപ്പും ഒപ്പം ഈ വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു LDF ഈ മണ്ഡലത്തിൽ വോട്ട് തേടിയത്. ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നും LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ഇതിന്റെ 3 മുന്നണികൾക്കും ഒരുപോലെ ഒരു പ്രതിസന്ധികളും ഉണ്ട്. കാരണം നമുക്കറിയാം, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ടൗൺഷിപ്പ് പൂർത്തീകരിക്കുന്നതിന്റെ ഒരു ഘട്ടം അത് പൂർത്തിയായി. പക്ഷേ ഇപ്പോഴും ടൗൺഷിപ്പിലേക്ക് ആളുകളെ താമസിപ്പിക്കാനായില്ല എന്ന തരത്തിലുള്ള വിവാദങ്ങൾ UDF അഴിച്ചുവിട്ടു. അതേസമയം UDF-നാകട്ടെ വയനാട് ഫണ്ട് കൊണ്ടുവന്നതിന്റെ ഭാഗമായി അത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിന്റെ പേരിലുണ്ടായ വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട്. NDA-ലാകട്ടെ CK ജാനു അടക്കമുള്ള ആളുകൾ NDA-യിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ തന്നെ NDA വയനാട് മണ്ഡലത്തിലെ 3 മണ്ഡലത്തിലും ആ തരത്തിൽ വെച്ച് പുലർത്തുന്നതുമല്ല. പക്ഷേ ഈ മുന്നണികൾക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്നത് ഈ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു മുന്നണിയുടെ പ്രശ്നങ്ങളാണ് ഒരു തരത്തിൽ പ്രതീക്ഷ നൽകുന്നത്. അതെ രുചിഷ്, ഇതുപോലെ തന്നെ BJP-യുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കൽപ്പറ്റ മണ്ഡലത്തിലാണ്. BJP പ്രസിഡന്റ് കൂടിയായ പ്രശാന്ത് മലവേലാണ് NDA സ്ഥാനാർത്ഥിയായി കൽപ്പറ്റ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോൾ BJP-ക്ക് വലിയ തരത്തിലുള്ള വോട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കൂടി കൂടുമ്പോൾ വലിയ തരത്തിൽ വോട്ട് സമാഹരിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ കൽപ്പറ്റ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ ടൗൺഷിപ്പിൽ 178 വീടുകൾ പൂർത്തിയാക്കി താക്കോൽ കൈമാറ്റം നടത്തിയെങ്കിലും എന്നാൽ ഇതുവരെയും ആളുകൾക്ക് അവിടെ താമസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, താമസയോഗ്യമായിട്ടില്ല എന്നുള്ളൊരു ആരോപണം വലിയ രീതിയിൽ UDF മണ്ഡലത്തിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് മറുപടിയായി LDF മുന്നോട്ട് വെച്ചത് വയനാട് ദുരന്തബാധിതർക്കായി സ്ഥലം ഏറ്റെടുക്കുകയും എന്നാൽ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തികൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള UDF-ന്റെ പ്രവർത്തനവും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒപ്പം കേന്ദ്ര സർക്കാർ കൃത്യമായ ഫണ്ട് നൽകിയിരുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ വിവാദങ്ങൾ കൽപ്പറ്റ മണ്ഡലത്തിലേക്ക് ഉണ്ടായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലത്തിലും നമ്മൾ കണ്ടത് വലിയ തരത്തിൽ തന്നെ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സീറ്റ് അത് LDF-നും 2 UDF-നുമായി നിൽക്കുന്ന ഒരു ജില്ലയാണ്. എന്തായാലും അത് ഇടത് തരംഗത്തിൽ പോലും ആ രീതിയിൽ തന്നെ വന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. അതുകൊണ്ട് ഒരു 3ാം സർക്കാരിലേക്ക് പോകാൻ വേണ്ടി വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ഏത് തരത്തിലാകും ഇടതുപക്ഷത്തിന് അത് ഗുണമാകുക, അതോടൊപ്പം തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷ UDF വെച്ച് പുലർത്തുമ്പോൾ വയനാട് തൂത്തുവാരുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. നിഖിൽ അളവൂർ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ മണ്ഡലമുള്ള ജില്ലയാണ്. അതോടൊപ്പം KK ശൈലജ ടീച്ചറും അതോടൊപ്പം KPCC
പ്രസിഡന്റും നേർക്കുനേർ പോരാടുന്ന ഒരു പേരാവൂർ അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്ന മട്ടന്നൂരുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ആ തരത്തിൽ വലിയ മുഖങ്ങളുണ്ട്. അതിലേറെ വിവാദങ്ങൾ നമുക്ക് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അത് ഈ സംസ്ഥാനത്തെ ആകെ തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഉണ്ടായ ഒരു ജില്ല എന്ന അർത്ഥത്തിൽ കൂടി കണ്ണൂരിലും വീറും വാശിയുമുണ്ട്. രുചീഷ്, അതിലൊരു സംശയവുമില്ല. ഒരുപക്ഷെ കണ്ണൂർ ഇതുവരെ ഈ രാഷ്ട്രീയ തലസ്ഥാനമാണ് കേരളത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോഴും കണ്ണൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ ആവേശത്തോടു കൂടിയ തെരഞ്ഞെടുപ്പാണ് കണ്ണൂരിൽ ഇക്കുറി നടക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ തളിപ്പറമ്പും പയ്യന്നൂരും തന്നെയാണ് എടുത്തു പറയേണ്ടത്. CPIMന്റെ മുതിർന്ന ജില്ലാ നേതാക്കളായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദനും ജില്ലാ കമ്മിറ്റി അംഗമായ V കുഞ്ഞികൃഷ്ണനും. ഇവർ ഇരുവരും പാർട്ടി വിട്ട് എതിർപ്പാളയത്തിലെത്തുകയും തളിപ്പറമ്പിലും പയ്യന്നൂരിലും UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്തതോടുകൂടി ഈ രണ്ട് മണ്ഡലങ്ങളിലും വലിയ ആവേശത്തിൽ, പതിവില്ലാത്ത വിധത്തിലുള്ള ആവേശത്തിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടന്നത്. അതിൻ്റെ പ്രതിഫലനം കൃത്യമായി അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിലുണ്ട്. 80% മുകളിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും പോളിംഗ് നടന്നു എന്നുള്ളത് സ്വാഭാവികമായും അവിടെ നടന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടം എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിലെ ആകെ പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയാലും കണ്ണൂരിൽ 4 ഇടത്താണ് 80% മുകളിലേക്ക് വോട്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പയ്യന്നൂരും ഒപ്പം തന്നെ തളിപ്പറമ്പും. അത് കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തും 80% മുകളിൽ വോട്ടുണ്ട്. മറ്റൊന്ന് മട്ടന്നൂരാണ്. മട്ടന്നൂരിൽ നമുക്കറിയുന്നത് പോലെ KK ശൈലജ ടീച്ചറെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മട്ടന്നൂരാണ്. ആ മട്ടന്നൂരിൽ ജില്ലയിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അവിടെ 82.21% വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കൂടിയ പോളിംഗ് ശതമാനമൊക്കെ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷ രണ്ട് മുന്നണികളും വച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ 80% മുകളിൽ വോട്ട് ഇപ്പോൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് CPIMന്റെ ശക്തി കേന്ദ്രങ്ങളായ 4 മണ്ഡലങ്ങളിലാണ് എന്നുള്ളതാണ്. ഏതായാലും കണ്ണൂരിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തളിപ്പറമ്പും പയ്യന്നൂരും ഈ രാഷ്ട്രീയ ചുവടുമാറ്റം കൊണ്ട് ശ്രദ്ധേയമായി എങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോയാൽ ധർമ്മടം മണ്ഡലമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ ധർമ്മടം സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധ വലിയ രീതിയിൽ ആകർഷിച്ച ഒരു മണ്ഡലമാണ്. അവിടെയും വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടന്നത്. ഇന്ന് പോളിംഗിലും അത് തന്നെ ദൃശ്യമാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പേരാവൂരാണ്. ഒരുപക്ഷെ സംസ്ഥാനം ഏറ്റവും ശ്രദ്ധയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നിരീക്ഷിച്ച മണ്ഡലമാണ് പേരാവൂർ. അവിടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് UDFന്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുമ്പോൾ ഒരു സർപ്രൈസിംഗ് സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്കാണ് മട്ടന്നൂരിൽ നിന്ന് സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയെ CPIM മാറ്റി പേരാവൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ ആദ്യഘട്ടത്തിൽ ചില വിമർശനങ്ങളൊക്കെ അതിനോട് വന്നിരുന്നെങ്കിൽ പോലും പക്ഷേ CPIM അതിനെ കൃത്യമായി വിശദീകരിച്ചത് പേരാവൂർ മണ്ഡലം KK ശൈലജയെ ഇറക്കിയാൽ തിരിച്ചു പിടിക്കാനാവും എന്നത് തന്നെയായിരുന്നു. അങ്ങനെ സണ്ണി ജോസഫിന് ഒരു ശക്തമായ ഫൈറ്റ് അവിടെ നൽകുന്നുണ്ടായിരുന്നു KK ശൈലജ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ റിസൾട്ടായി മാറാൻ പോകുന്നതും ഒരുപക്ഷെ പേരാവൂർ തന്നെയാവും എന്നുള്ളതാണ്. KK ശൈലജയെ പേരാവൂരിലേക്ക് കൊണ്ടുപോയ CPIMന്റെ ആ തന്ത്രം അത് ഫലം കണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ ഏതായാലും 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ പയ്യന്നൂരും തളിപ്പറമ്പും സംബന്ധിച്ച കാര്യങ്ങൾക്ക് കൂടിയാണ്. കാരണം അത് ഏത് തരത്തിൽ ആ വോട്ടിംഗ് ആ മേഖലയിൽ ഉണ്ടായി എന്നത് കൂടി എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ്. രുചീഷ്, ഏതായാലും നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഈ 80% മുകളിലേക്ക് വോട്ടുകൾ പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ CPIM അക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തങ്ങളുടെ വോട്ടുകളെല്ലാം CPIMനും LDFനും അവരുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും എല്ലാം അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇക്കാര്യമാണ്. CPIMന്റെയും LDFന്റെയും വോട്ടുകൾ അത് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ വോട്ടുകൾ തന്നെയാണ് ഈ പോൾ ചെയ്യപ്പെട്ടത് എന്നൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ഇതുവരെയുള്ള രാഷ്ട്രീയ ചിത്രം നോക്കിയാൽ അവിടെ LDFന് വലിയ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. കോട്ടകൾ എന്ന് എല്ലാ കാലത്തും ഇടതുപക്ഷം പറയുന്ന അവർ അങ്ങനെ തെളിയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. അവിടെ ഈ കൂടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് വിമതർക്ക് അനുകൂലമായി വരും എന്ന് ഈ ഘട്ടത്തിൽ ചിന്തിക്കുക വയ്യ. മാത്രമല്ല നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ TK ഗോവിന്ദൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പിന്തുണ വോട്ടായി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന്
ഈ പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് മലപ്പട്ടത്ത് കണ്ട കാഴ്ചകളൊക്കെ അതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം കരുതാൻ. ടി കെ ഗോവിന്ദൻ പ്രതീക്ഷിച്ചിരുന്നത് മലപ്പട്ടത്തെ CPIM പ്രവർത്തകർ ഉൾപ്പെടെ ടി കെ ഗോവിന്ദൻ അനുകൂലമായി നിൽക്കും, അവരുടേതൊക്കെ വോട്ടായി മാറും, തനിക്ക് പിന്തുണയുണ്ട് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് മലപ്പട്ടത്ത് കണ്ട കാഴ്ചകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സൂചന നൽകുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കണക്കുകൂട്ടലുകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് അത് എന്തായി മാറുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പയ്യന്നൂരിലും സമാന സാഹചര്യമാണ്. വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പയ്യന്നൂരിൽ വലിയ രീതിയിൽ കള്ളവോട്ട് ആരോപണവും വ്യാജ ID കാർഡ് ഉപയോഗിച്ചുള്ള വോട്ട് ആരോപണവും എല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത് ഏത് നിലയ്ക്കാണ് ഇനി അങ്ങോട്ട് ചർച്ചയാവുക എന്നുള്ളത് പയ്യന്നൂരിൽ ശ്രദ്ധേയമാണ്. പക്ഷേ പയ്യന്നൂരിലും വലിയൊരു മാറ്റത്തിനുള്ള സാധ്യത ഇല്ല എന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് അവിടെ